ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ പെരുന്നാളിടാൻ പോയില്ലേ, അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് പെരുന്നാൾക്ക് എടുത്തതും അതിന് മുന്നെടുത്തതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഫോണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയാലല്ലേ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് വീഡിയോ ഫോണിലുള്ള കാരണം തന്നെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സ്പേസ് ഇല്ല എന്നൊക്കെയാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ചെറുതായിട്ടൊരു ടൂറ് പോക്കും എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ അതാ മാറ്റി ഒരുങ്ങി പോയതിന് ശേഷം അവിടെ വന്നിട്ട് ഫുള്ളും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ കുറച്ച് പോകും പുറത്ത് കളിക്കലും ഞങ്ങളൊക്കെ അവിടെ താത്താൻ്റെ വീട്ടിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരുന്നിട്ടോ. പിന്നെ രാത്രിയിൽ ഇതാ നല്ല അടിപൊളി ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനവിടെ മന്തി ഇരുന്നല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഉണക്ക സ്രാവ് ഉണ്ടല്ലോ, നല്ല അടിപൊളി വലിയ സ്രാവാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഉപ്പാക്ക് പെരുന്നാളാവുമ്പോൾ പ്രധാനമാണ് കേട്ടോ ഈ സ്രാവ് പൊരിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ബീഫ് ഒന്നും വേണ്ട, സ്രാവ് മതി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ചേനയും കുമ്പളനും കറിയും അച്ചാറും അവിയലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം ചോറൊക്കെ എടുത്ത് നമ്മളത് കഴിച്ചിട്ടോ. എല്ലാവരും കൂടി ആയിട്ടിരുന്ന് കഴിച്ചത്. അപ്പം എൻ്റെ ചോറ് ഞാൻ ഒന്നിങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലെ സുബൈക്ക് നീച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ ചായയും ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയല്ല ബീഫ് വരട്ടിയതൊക്കെ കൂട്ടി എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോയ പാടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ജസ്റ്റ് കുറേ എത്തിയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 3-4 ബസ്സൊക്കെ കയറിയിട്ടാണ് പോണത്. അപ്പോൾ പോണത് എന്താണ് സ്ഥലം എനിക്ക് പറയാൻ കിട്ടണില്ല കേട്ടോ. എന്താ പറയുക, പാലക്കാട്ടൊന്നും പോകണം, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഇവിടെ ഒരു സിയാറത്തും കുറച്ച് കുട്ടികൾക്കൊരു ടൂറും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് വയലൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫോണൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല അങ്ങനെ. അതുകൊണ്ടൊക്കെ പിന്നെ ഞങ്ങളൊരു സ്ഥലത്തൊക്കെ ഇറങ്ങി അവിടെ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മക്കളൊന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ അതാ ഓരോരുത്തർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി കാത്ത് നിൽക്കാനുണ്ടോ. അപ്പോൾ മോളൂന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തത് പാൻറ്റും ടീഷർട്ടും കണ്ടില്ലേ, വരുമ്പോൾ അതാണ് കേട്ടോ മാറ്റി ഒരുങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ മോളൂന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മോളൂൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഓൺലൈനിൽ നിന്നാണ് എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഓൾക്ക് ഈ ഉടുപ്പും വേറെ മെഡിയും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ഡ്രസ്സ് തീരെ എടുത്തിട്ടില്ല വെച്ചിട്ട് അങ്ങനെ പാൻറ്റും ടീഷർട്ടും എടുത്തതായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അപ്പോൾ ഓൾക്കത് കുറച്ചൊരു ഇറക്കം കുറവ് പോലെ തോന്നിയപ്പോൾ ഞങ്ങളത് ആണ്ടന്നെ വിട്ടിട്ട് വേറെ വരൂലേ അങ്ങനെ ആക്കി കൊടുത്തിട്ട്. അപ്പോൾ പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്നാണ് അതിൻ്റെ ഡേറ്റൊക്കെ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സ് തന്നതാണ് കേട്ടോ, പുതിയത് ഓള് എടുത്ത് തന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ ഓൾ എടുത്തത്. അങ്ങനെ ഞങ്ങൾ പോണ സ്ഥലത്ത് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ അങ്ങനെ എത്തിയിട്ട് അവിടെ നിന്ന് ചായ ഇതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോണ സ്ഥലത്ത് തന്നെ ഞാവൽമ്പായം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഞാവൽമ്പായം അപ്പോൾ അവർ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് നല്ല ഞാവൽമ്പായൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കഴിക്കലുണ്ടാ. അപ്പോൾ അച്ചാറും ഉണ്ട്. അടിപൊളി നെയ്ച്ചോറ് ഇട്ടാൽ അവിടുത്തെ നെയ്ച്ചോറ് എന്താ പറയുക, വേവ് അരിയിക്കണേനും നല്ല കഴിക്കാൻ നല്ല രുചി ഇട്ടാൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ നെയ്ച്ചോറ്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ചിലപ്പം വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല, ചില സമയത്ത് വീഡിയോ എടുക്കാൻ ഉള്ള ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ കൊണ്ട് എടുക്കും. പിന്നെ ആണെങ്കിൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോണിൽ സ്പേസ് ഇല്ല എന്നുള്ളത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആദ്യമൊക്കെ എടുത്ത ഒരുപാട് വീഡിയോകൾ ഫോണിലുണ്ടായ കാരണം തന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയെന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു സന്തോഷമില്ല. കുട്ടികൾക്കാണെങ്കിൽ പറയും വേണ്ട കേട്ടോ, എല്ലാവരും കൊണ്ട് കൂടുമ്പോൾ. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം എന്താണെന്നറിയില്ല, വീഡിയോ ഇടാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമില്ല വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഈ സ്കൂൾ തുറന്നതിൻ്റെ ശേഷം രാവിലെ ധൃതിയുള്ള പണിയാണ് രാവിലെ എടുക്കുക. അപ്പോൾ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാനും മടിയാണ്. എടുത്ത വീഡിയോ ആണെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ നല്ല മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. ഒരു മല കണ്ട് പിന്നെ ഡാമുള്ള സ്ഥലമാണ്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നല്ല അടിയിൽ പാലും എന്താ പറയുക, അടിയിൽ നല്ല പുഴ,
പാലങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി കാഴ്ചകളുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഫോൺ ഇങ്ങനെ സ്പേസ് ഇല്ല. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ആക്കാൻ നോക്കുള്ളൂ. അവിടുന്ന് ഇങ്ങനെ ഏതാണോ ഡിലീറ്റ് ആക്കുക എന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മതി ഇനി എടുത്തതെന്ന് വിചാരിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ നല്ല രസമുള്ള കാഴ്ചകൾ. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എളുപ്പം ഫോൺ എടുത്ത് വെച്ചിട്ടോ. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പിന്നെ രാത്രിക്കാണ് തിരിച്ചു വന്നത്. പിന്നെ നമ്മൾ നേരം വെളുത്തപ്പോൾ നല്ല ദോശയും കോഴി പാർട്സും ആയിട്ട് ഉണ്ടാക്കിയത്. ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് കറി വെച്ചു. അപ്പോൾ എല്ലാവർക്കും ബീഫൊക്കെ കൂട്ടിയിട്ട് ഏകദേശം വേണ്ട. അപ്പോൾ പിന്നെ ഞങ്ങൾ കോഴി പാർട്സ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബീഫൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുന്നുണ്ട്. അല്ല, ബീഫൊക്കെ കിട്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബിരിയാണി വെക്കുമ്പോൾ എന്താ പറയുക, ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ കുട്ടികൾ വലിയ കളിയിലാണ്. ഫുള്ളായിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടലും കളിയും ഒക്കെ ഇരുന്നിട്ട് അവരെ കുട്ടികളാണെങ്കിലോ കൂടുതൽ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിലോ കമൻറ്റ് ഓഫ് ആവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാൾ കൂടുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 3-ാം പെരുന്നാളാണ് നമ്മളിവിടെ കൂടുന്നത്. 2-ാം പെരുന്നാൾക്ക് ഇവിടെ സുബൈക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നില്ല. അപ്പോൾ ഇവിടെ കൂടിയിട്ടില്ലല്ലോ. അപ്പോൾ തറവാട്ടിലെല്ലാവരും കൂടി പെരുന്നാൾ കൂടുകയാണ് കേട്ടോ. അങ്ങനെ ബീഫ് ഒക്കെ അടുപ്പത്ത് വെച്ചിട്ട് വരട്ടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതിന് ശേഷം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 2 ദോശയൊക്കെ എടുത്തുങ്ങാണ്ട് ബീഫ് കൂട്ടിയിട്ടൊന്ന് കഴിക്കാൻ കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ആണെങ്കിൽ അന്ന് ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കായൊക്കെ തേച്ച് ഓരോരുത്തർ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഈ താത്തയും മക്കളും പിന്നെ എല്ലാവരും കൂടി ഇന്ന് ഇവിടെ എന്നിട്ട് കൂടുന്നത്. അടിപൊളി സെറ്റ് ബിരിയാണിയാണ് ഈ കാര്യം കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ബിരിയാണി വെക്കും. പല സ്ഥലത്തും കഴിക്കുമ്പോൾ പല രുചിയുള്ള മോഡൽ ബിരിയാണി ആവുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. എന്നാൽ എല്ലായിടത്തത്തെ പോലെ തന്നെ കൂട്ട് ബിരിയാണി പറയല്ലേ. ചിലവരത് സർപ്രൈസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റായിട്ട് വേറെ വേറെ മസാലയും ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഈ എന്താ പറയുക, ഈ മസാലയിലുണ്ടല്ലോ നല്ല കുരുമുളക് പൊടിയും എന്തൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ചിക്കൻ മസാലയൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും മാത്രമേ ഇടുള്ളൂ. അപ്പോൾ തന്നെ ഒരു വേറൊരു ഇതാണ് ഈ കരട്ടോ ബിരിയാണിക്ക്. ഒരു മഞ്ഞ കളറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് നല്ലൊരു കളറാണ് ഈ കയറ്. നല്ല കഴിക്കാൻ അടിപൊളിയാണ് ഈ കയറട്ടോ. പിന്നെ ബീഫ് കുറച്ചിങ്ങനെ ചീനച്ചട്ടി വെച്ചിട്ട്, നമ്മളെ ചീനച്ചട്ടി ഒന്നും നോക്കണ്ട കേട്ടോ. നമ്മളെ തറവാട് വക ചീനച്ചട്ടിയാണ് ഇതൊക്കെ. അപ്പം ഇനി ഇതൊക്കെ ഒരു കാലത്ത് ഈ വീഡിയോ ഒക്കെ കാണാനൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതൊക്കെ ഉൾപ്പെടുത്തിന്. പിന്നെ നമ്മളെ ഈ വീടും കാര്യങ്ങളും ഇതൊക്കെ കാണാമല്ലോ. അപ്പോൾ എത്ര നല്ല വലിയ വീടാക്കിയാലും ഈ വീടൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ കാര്യം. അപ്പോൾ നമ്മൾ ചിക്കനൊന്ന് കുറച്ച് വരട്ടി വെച്ചിക്കണ്. പിന്നെ അതുപോലെ പൊരിച്ചിട്ട് ബിരിയാണിയും വെച്ചിക്കണ്. ബീഫ് വരട്ടിക്കണ്, കുറച്ച് പൊരിച്ചിക്കണ്, അങ്ങനെയൊക്കെ ചെയ്തിക്കണ്. പിന്നെ പായസം എന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ പായസം ഉണ്ടല്ലോ, അതാണ് പെരുന്നാൾക്ക് ഇവിടെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടം. സേമിയ പായസം അതൊന്നും പറ്റൂല. പാല് പിഴിഞ്ഞത് അങ്ങനെ പറയില്ലേ, അങ്ങനത്തെ പായസം ഉണ്ട്. നല്ല രസമാണ്. നല്ല തേങ്ങേൻ്റെ പാലെടുത്തിട്ട് നല്ല പഴം അവലൊക്കെ ചേർത്തിട്ടുള്ള കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാണ്ട് ഞാൻ തന്നെ അങ്ങനെ അത് അത് കാണിച്ചാണ് കേട്ടോ ഫസ്റ്റ്. അങ്ങനെ കണ്ടില്ലേ ബിരിയാണീൻ്റെ ഒക്കെ ഒരു കളറ് കണ്ടില്ല, അടിപൊളി സെറ്റാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ആ ചിക്കൻ കുറച്ചിങ്ങനെ വരട്ടിയതുണ്ടല്ലോ, അത് ഈ ബീഫ് കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ചിക്കൻ പൊരിച്ചിട്ടാണല്ലോ ബിരിയാണി. അപ്പോൾ ബീഫ് പറ്റാത്തവർക്ക് തന്നെ ആ ചിക്കനും കൂട്ടാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ എല്ലാ കോഴിമുട്ടൊക്കെ ഇട്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ താഴത്താണ്ടിരുന്നു കേട്ടോ, കൊലായിൽ തന്നെ താഴത്താണ്ടിരുന്ന്. കുറച്ച് ആൾക്കാർ ടേബിൾ മേലെ ഇരുന്ന്. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി താഴത്തിരിക്കുമ്പോൾ തന്നെ നല്ല രസമാണല്ലേ. കുട്ടികൾക്കാണെങ്കിലോ എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ കുറേശ്ശെ ചോറിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ കുറേശ്ശൊക്കെ തിന്നിട്ട് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊരു പ്രത്യേക ഒരു ഇതാണല്ലോ. അപ്പോൾ തൈരും പിന്നെ അതുപോലെ അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ബിരിയാണി ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ 3-ാം പെരുന്നാൾക്ക് 3-ാം പെരുന്നാൾ നടന്നിട്ട് 4-ാം പെരുന്നാൾക്ക് വൈകുന്നേരമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കുറേ വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു. പല
വീഡിയോ അടിപൊളി വൈകുന്നേരം കടി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യം എടുത്ത് വെച്ച വീഡിയോ തന്നെ ഫോണിലുള്ള കാരണം തന്നെ വീഡിയോ ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോ ഇടാൻ വൈകിയ കാരണം എന്താണ്, എടുക്കാൻ പറ്റാത്ത കാരണമൊക്കെ അതാണ് കേട്ടോ. വീഡിയോ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് എടുത്ത് വെച്ചത് തന്നെ എഡിറ്റ് ചെയ്ത് വിടാൻ നല്ല മടിയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് രണ്ടാം പെരുന്നാൾക്ക് അങ്ങനെ ഒരു പോക്കും ഒക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഫോണുമ്മൊക്കെ ഒരു മൈൻഡ് ചെയ്തില്ല. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോ പോലെ നല്ല വൈകിട്ടാണല്ലോ വിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.